എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ റീസെൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഫിഷറീസ് ഓഫീസർ എക്സാം നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ആൻഡ് സോ വി ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് ഡിസ്കസിങ് സം ഓഫ് ദി ക്വസ്റ്റ്യൻസ് and this is a continuation of the section. So part 2 of previous year question discussion on fisheries officer exam. So this is the 13th question. The world's most expensive caviar is produced from. നമ്മുടെ 13ാമത്തെ ചോദ്യം വരുന്നത് world's most expensive caviar is produced from. Option A, Huzo. Option B, Epinephelus lanceolatus. Option C, Acanthurus bloshi. And option D, Paracanthurus hepatus. Okay. അപ്പോൾ ഇതെല്ലാം സയൻറ്റിഫിക് നെയിംസ് ആണ്, ഫിഷസിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ആണ്. ആൻഡ് നമുക്കറിയാം വാട്ട് ഈസ് കെവിയർ. കെവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷ് എഗ് ആണ്. ഓക്കെ, ലക്ഷറിയസ് ഫുഡാണ്. Which is salt cured fish roe or eggs. Okay, and ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കെവിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കെവിയർ എന്നുള്ള ടേം തന്നെ നമ്മൾ കാസ്പിയൻ റീജിയൻസിൽ സ്റ്റേർജിയൻ ഫിഷസിനെ അതിൻ്റെ എഗ്സിനെയാണ് മെയിനായിട്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്ക് സയൻറ്റിഫിക് നെയിംസ് ആണ് തന്നിരിക്കുന്നത്. വി നീഡ് ടു നോ അബൌട്ട് ആക്ച്വൽ നെയിംസ് അല്ലേ. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഹ്യൂസോ ആണ്. ഹ്യൂസോ എന്ന് പറയുന്നത് ബെലൂഗ സ്റ്റേർജിയൻ. Again, this is the answer, Beluga sturgeon, which produces the world's most expensive caviar actually. അപ്പം ഇതിൻ്റെ കെവിയർ അല്ലെങ്കിൽ സോൾട്ട് ക്യൂവേർഡ് എഗ്ഗിന് നല്ല ഡിമാൻഡാണ്. അതിൻ്റെ ഒരു ടെക്സ്ചർ, സോഫ്റ്റ്നെസ് ആസ് വെൽ ആസ് അതിൻ്റെ ഒരു ഫ്രഷ് അപ്പിയറൻസ് ഒക്കെ കൊണ്ടിട്ട് അത് നല്ല ഹൈലി വാല്യൂഡ് ആണെന്നുള്ളതാണ് ആസ് എ ഫുഡ് മെറ്റീരിയൽ. സോ ഹ്യൂസോ ഇസ് എ സ്പീഷ്യസ്. ബെലൂഗ സ്റ്റേർജൻ ഇസ് എ സ്പീഷ്യസ് ഫ്രം വിച്ച് വി ടേക്ക് ഓൺ ദിസ് കെവിയർ, എക്സ്പെൻസീവ് കെവിയർ, വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കെവിയർ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പിനെഫിലസ് ലാൻസിയോലൈറ്റസ് എന്ന് പറയുന്നത് മറൈൻ ഗ്രൂപ്പറാണ്. ഒരു ഫുഡ് ഫിഷ് എന്നേ ഉള്ളൂ, നമുക്ക് കെവിയർ ഒന്നും മറൈൻ ഗ്രൂപ്പർ അല്ലേ, എപ്പിനെഫിലസ് നമുക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ് ഈസ് അക്കാന്ത്യൂരസ് ബ്ലൂഷി. അക്കാന്ത്യൂരസ് ബ്ലൂഷി എന്ന് പറയുന്ന ഒരു റീഫ് ഫിഷാണ്. ആൻഡ് അതൊരു സർജിയൻ ടൈപ്പാണ്. പക്ഷേങ്കിൽ നമുക്ക് എന്താണ് ബെലൂഗ സ്റ്റേർജിയനെ പോലെ കെവിയർ അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റീഫ് ഫിഷാണ് മെയിൻലി അതെന്ന് പറയുന്നത്. ബ്ലൂ സ്റ്റിംഗ് റേ സ്റ്റേർജിയൻ നമ്മൾ പറയാറുണ്ട്. പിന്നെ പാരാക്യൂത്തൂറസ് ഹെപ്പാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലൂ ടാങ്ക് ഫിഷില്ല, ലൈക്ക് ഡോറി ഫിഷ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതും ഒരു ഓർണമെൻ്റൽ സ്പീഷീസാണ്. നമുക്ക് മെയിനായിട്ട് എന്താണ് കെവിയർ പ്രൊഡക്ഷൻ കിട്ടുന്നത് ബെലൂഗ സ്റ്റേർജിയൻ എന്നാണ്. വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കെവിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെലൂഗ സ്റ്റേർജിയൻ ആണ്. ഹ്യൂസോ ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം നമുക്ക് വരുന്നതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 14th question is the formation of dry impervious layer on the surface of fish preventing the diffusion of water is called. So they have asked what is this formation of dry impervious layer on fish surface and that prevents any diffusion of water, further prevents diffusion of water. So they have given the option as case hardening, shrinkage, denaturation and rehydration. And specifically പറയുകയാണെങ്കിൽ ഈ ഒരു എന്താണ് ഡ്രൈ ഇംപെർവിയസ് ലെയർ ക്രിയേഷൻ പ്രിവെൻറ്റിംഗ് ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ഇസ് ആൻസർ വരുന്നത് കേസ് ഹാർഡനിങ് ആണ്. കേസ് ഹാർഡനിങ്. ഇപ്പോൾ കേസ് ഹാർഡനിങ് എന്താണെന്ന് ആക്ച്വലി പറയാൻ നമുക്ക് ഡ്രൈയിങ് പ്രിസർവേഷൻ അല്ലേ. ഫിഷസ് നമ്മൾ ഡ്രൈ ചെയ്ത് പ്രിസർവ് ചെയ്യുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ഡ്രൈയിങ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ടെമ്പറേച്ചർ ഒത്തിരി കൂടിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞോ ഭയങ്കര ഫാസ്റ്റ് ഡ്രൈയിങ് ആണെന്നുണ്ടെങ്കിൽ
അവിടെ ഹാപ്പൻ ചെയ്യുന്നൊരു ഫിനോമിനനാണ്, ഒരു പ്രോസസ്സാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഈ ഡ്രൈനെസ് ഓൺ ദ സർഫസ് ഓഫ് ഫിഷ് സ്കിൻ. ഓക്കെ, ദാറ്റ് ഇസ് കേസ് ഹാർഡനിങ്, സ്പെസിഫിക്കലി കേസ് ഹാർഡനിങ്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഓപ്ഷൻ ബി നോക്കൂ, ഷ്രിങ്കേജ്. ഷ്രിങ്കേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചുരുങ്ങുക അല്ലേ. സോ അത് ആസ് പാർട്ട് ഓഫ് ദ ഡ്രൈയിങ് പ്രിസർവേഷൻ ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പം നോർമലി ഡീഹൈഡ്രേഷൻ നടക്കുമ്പം ഇറ്റ് ഹാപ്പൻസ് അല്ലെ, ഷ്രിങ്ക് ആവും. സോ വി കൻ നോട്ട് സേ ദിസ് ആസ് ക്രിയേഷൻ ഓഫ് എനി ഇംപെർവിയസ് ലെയർ അല്ലേ. അപ്പം ഷ്രിങ്കേജ് അതാണ്. നെക്സ്റ്റ് ഡീനേച്ചറേഷൻ. ഡീനേച്ചറേഷൻ എന്ന് പറയുമ്പം ടോട്ടൽ ഡീഗ്രഡേഷൻ ഓഫ് സ്ട്രക്ചർ ആസ് വെൽ ആസ് ദിസ് ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ പ്രോട്ടീൻ ഡീനേച്ചറേഷൻ അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രക്ചറിലും ഫങ്ഷനിലും പ്രോട്ടീൻസിന് വരുന്ന ഡീഗ്രഡേഷൻ. സോ അതാണ് ഡീനേച്ചറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡ്രൈയിങ്. ഡ്രൈയിങ്ങിന് തന്നെ ഓപ്പോസിറ്റ് ആണ് റീഹൈഡ്രേഷൻ അല്ലേ. അതായത് നമുക്ക് അതൊരു പ്രിസർവേഷൻ തന്നെ ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ ഈ പ്രോസസ്സ് എന്ന് പറയാനേ നമുക്ക് പറ്റത്തില്ല. ഡ്രൈ ഇംപെർവിയസ് ലെയർ ക്രിയേഷൻ ഒന്നും അല്ല റീഹൈഡ്രേഷൻ, അതുമായിട്ടൊരു കണക്ഷനും വരുന്നില്ല. ആൻഡ് സോ ദ ആൻസർ ഫോർ ദ ഡ്രൈ ഇംപെർവിയസ് ലെയർ ഓൺ ദ സർഫസ് ഓഫ് ഫിഷ് പ്രിവെന്റിംഗ് ദ ഡിഫ്യൂഷൻ ഓഫ് water is case hardening. Case hardening, which happens, is a very important defect that happens in drying preservation of fish also. നമ്മൾ ഫിഷ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി പഠിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, 15th question is, 15ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് giant freshwater prawn. Giant freshwater prawn, which means its scientific name is Macrobrachium rosenbergi. ലാർവേ എന്നാണ് ചോദിക്കുന്നത്. ലാർവേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മാക്രോബ്രാക്കിയം റോസൻബർഗി അല്ലേ, നമ്മൾ പറയും ആറ്റുകൊഞ്ച്, നമ്മൾ സ്കാംപി എന്ന് കോമൺ നെയിം വിളിക്കുന്നത് അല്ലേ, സ്കാംപി. ഓക്കെ, അപ്പം മാക്രോബ്രാക്കിയം ലാർവേ, മാക്രോബ്രാക്കിയം ഓർ സ്കാംപിയുടെ ലാർവേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദേ ഹാവ് ആസ്ക്ഡ് വെദർ ദീസ് ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ആർ കറക്റ്റ് ഫോർ ദിസ് സ്കാംപി ലാർവേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ഗിവൺ 3-4 ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് ഇസ്, ഫസ്റ്റ് വൺ ഇസ് ദേ സ്വിം അപ്സൈഡ് ഡൗൺ. ഓക്കെ, they are reared at a salinity of 12 ppt. They are commonly fed with brine shrimp, nauplii and egg custard in hatcheries. There are 11 soil stages in the larval phase. And the option is, option A പറയുന്നത് ഫസ്റ്റ് വൺ കറക്റ്റ് അല്ല, ഓപ്ഷൻ ബി പറയുന്നത് 4 is not true, and option C is all statements are false, and option D is all statements are true. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ, they swim upside down. This is actually the characteristics of സ്കാംപി ലാർവേ, മാക്രോബ്രാക്കിയം റോസൻബർഗി ലാർവേ. എന്താണ്, അതൊരു അപ്സൈഡ് ഡൗൺ സ്വിമ്മിങ് എബിലിറ്റി കാണിക്കുന്നതാണ്. ഇറ്റ്സ് ട്രൂ. നെക്സ്റ്റ്, ദേ ആർ റെയർഡ് അറ്റ് എ സലൈനിറ്റി ഓഫ് 12 ppt. 12 ppt, 12 parts per trillion സലൈനിറ്റിയിലാണ് അതിൻ്റെ റെയറിങ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നഴ്സറി റെയറിങ്. അപ്പം ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം സ്കാംപി എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ പ്രോൺ ആണ്. ബട്ട് at the time, this is an amphidromous species. At the time of this spawning time, it will spawn only in this somewhat brackish water region, that is about 12 ppt range la salinity ulla waters lana adinte spawning നടന്നത്. larval development നടക്കുന്നത് അല്ലേ, larval development നടക്കുന്നത്. അതിനുശേഷം അഡൽട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരികയാണ് ഫ്രഷ് വാട്ടറിലേക്ക്. അപ്പം അതിൻ്റെ ഒരു റെയറിങ് അല്ലെങ്കിൽ larval development ഏറ്റവും അനുയോജ്യമായ salinity 12 ppt ആണ്. and so they are reared at this range of salinity only. That is true. Next one is, they are commonly fed with brine shrimp, nauplii and egg custard in hatcheries. നമ്മൾ ഹാച്ചറി, സ്കാംപി ഹാച്ചറി ടെക്നോളജി എടുക്കുവാണെങ്കിൽ അവരുടെ ഫീഡിങ്, ലാർവൽ ഫീഡിങ്ങിൽ ബ്രൈൻ ഷ്രിംപ് നോപ്ലേ, ദാറ്റ് ഇസ് ആർട്ടീമിയ നോപ്ലേ ആണ്. ആർട്ടീമിയ നോപ്ലയും എഗ് കസ്റ്റാർഡുമാണ് കൊടുക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സോ ദിസ് ഇസ് ട്രൂ. ആർട്ടീമിയ നോപ്ലേ അല്ലെ ബ്രൈൻ ഷ്രിംപ് നോപ്ലയും എഗ് കസ്റ്റാർഡുമാണ് നമ്മളെ ഹാച്ചറീസിൽ ലാർവേ, സ്കാംപി ലാർവയുടെ ഫീഡായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ട്രൂ. നെക്സ്റ്റ് വൺ ഇസ്, ദർ ആർ 11 സൂയൽ സ്റ്റേജസ് ഇൻ ദ ലാർവൽ ഫേസ്. ഈ ലാർവൽ ഫേസ് എന്ന് പറയുന്നത് സ്കാംപി അല്ലെങ്കിൽ മാക്രോബ്രാക്കിയം റോസൻബർഗീസ് ലാർവൽ സ്റ്റേജ്, ലാർവൽ ഫേസിൽ there are included, according to its development, 11 soil stages. And so നമുക്ക് പഠിക്കുമ്പോൾ അറിയാം ആ ഡെവലപ്മെൻറ്റും ബ്രീഡിങ്ങും ഒക്കെ സ്കാംപിയുടെ. there are 11 soil stages as larval forms for this Macrobrachium rosenbergi. That's also true.
And so all these given statements are true and our correct answer is D, which indicates all statements are true. അല്ലേ? നമ്മൾ കണ്ടെത്തിയിരിക്കണം. എന്താ നമുക്കറിയാം, നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്, അതിനനുസൃതമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും വളരെ കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആണ്. ആൻഡ് സോ വിൽ ഓപ്റ്റ് ഫോർ ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അതാണ് ചോദ്യം. നെക്സ്റ്റ് ഇസ് 16th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, നെക്സ്റ്റ് 16th question is that an intensive aquaculture system that uses bacteria, algae or protozoa held together in a matrix along with particulate organic matter for the maintenance of water quality, waste recycling and disease prevention എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതായത് അക്വാകൾച്ചർ സിസ്റ്റം specifically അവർ ചോദിച്ചിരിക്കുന്ന ഒരു intensive aquaculture system wherein we use all these microbes held in a matrix as particulate organic matter for all the maintenance of water quality, recycling and disease prevention. അങ്ങനെ ഒരു സിസ്റ്റം ഏതാണ്? And option A is RAS technology, RAS technology, അല്ലേ? RAS technology. B is aquaponics technology, C is biofloc technology and D is bioremediation technology. And our answer for this question is biofloc technology. So biofloc technology, BFT, അല്ലേ? നമുക്കറിയാം, this is a particular intensive aquaculture system wherein we will use bioflocs, that is this flocks of bacteria, algae and protozoa suspended as particulate organic matter, and that they will use the waste feeds, excreta, okay, feed and excreta which are wasted and convert or provide the maximum recycling as well as convert it into feed for the fishes and also prevent any diseases. That is biofloc technology. അപ്പം ഇമ്പോർട്ടൻ്റ്ലി അത് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന, വാട്ട് ഇസ് ദാറ്റ് ഇൻറ്റൻസീവ് സിസ്റ്റം നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ആൻഡ് ദ ആൻസർ ഇസ് ബയോഫ്ലോക് ടെക്നോളജി. അപ്പോൾ ബാക്കിയുള്ള സിസ്റ്റംസ് ഒക്കെയോ എല്ലാം അക്വാകൾച്ചർ സിസ്റ്റംസ് ആണ്. ഓക്കെ, റാസ് ടെക്നോളജി എന്ന് പറയുമ്പം റാസ് മീൻസ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ്. ഈ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അഗെയിൻ ഒരു ഇൻറ്റൻസീവ് മോഡ് ഓഫ് കൾച്ചർ സിസ്റ്റമാണ്. But we will recycle this water using mechanical, biological filters and water quality is maintained only. അതാണ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. ആൻഡ് അനദർ വൺ ഇസ് അക്വാപോണിക്സ് ടെക്നോളജി, അതായത് വാട്ടർ റീസൈക്ലിങ്ങും എന്താണ് അതുപോലെ തന്നെ പ്ലാന്റ് മെയിൻ്റനൻസും കൂടെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ടെക്നോളജിയാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ബയോറെമഡിയേഷൻ ടെക്നോളജി. നമുക്ക് എന്താണ് ഇതുമായിട്ട് അധികം കണക്ഷൻ ഇല്ല, നമ്മൾ ഡീടോക്സിഫിക്കേഷന് വേണ്ടി മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൾച്ചർ സിസ്റ്റമായിട്ട് അങ്ങനെ അതിന് ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പം നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻറ്റൻസീവ് സിസ്റ്റം ദാറ്റ് യൂസസ് ഇസ് ബയോഫ്ലോക് ഫോർ ദ മാക്സിമം വാട്ടർ റീസൈക്ലിംഗ് ആൻഡ് വാട്ടർ മെയിൻ്റനൻസ് ആസ് വെൽ ആസ് ഡിസീസ് പ്രിവെൻഷൻ ഇസ് ബയോഫ്ലോക് ടെക്നോളജിയാണ്. ഓക്കെ, ബയോഫ്ലോക് ടെക്നോളജിയാണ്, BFT നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കും. ദാറ്റ് ഇസ് ദ ഇൻറ്റൻസീവ് കൾച്ചർ സിസ്റ്റം. Okay. Next one is DOSH is a bacteria responsible for spoilage and canning of fishery products. Okay. ഒരു എന്താ ചോദിച്ചിരിക്കുന്നത് മൈക്രോ ഓർഗാനിസം, നമ്മൾ ബാക്ടീരിയോളജിയുമായിട്ട് റിലേറ്റഡ് ആണ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിയിൽ. അതിൽ they have asked about which bacteria is responsible for spoilage in the canning of fish products. Canning preservation, അല്ലേ? Canning preservationൽ വരുന്ന spoilage organisms, spoilage bacteria ആണ് ചോദിച്ചിരിക്കുന്നത്. And they have given the option as Listeria monocytogenes. Okay, L monocytogenes എന്ന് വെച്ചാൽ Listeria monocytogenes ആണ്. Second option is Clostridium botulinum.
Next one is E. coli, that is Escherichia coli. And another one is Staphylococcus aureus. Okay, these are the given options and scientific name ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് കാനിങ് പ്രിസർവേഷനിൽ നമുക്ക് വരുന്ന സ്പോർ ഫോമിങ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് സ്പോയിലേജ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ക്ലോസ്ട്രീഡിയം ബോട്ടുലിൻ. ഓക്കെ, ക്ലോസ്ട്രീഡിയം ബോട്ടുലിൻ പർട്ടിക്കുലർലി ക്യാൻഡ് ഫിഷസിലെ ഒരു മെയിൻ കൺസേൺ ആണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം ബാക്ടീരിയ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവയൊക്കെ ഇപ്പം ലിസ്റ്റീരിയ മോണോസൈറ്റോസിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രഷ് ആൻഡ് ഫ്രോസൺ ഫിഷസിലൊക്കെയാണ് അതൊരു കൺസേൺ ആയിട്ട് വരുന്നത്. ഈ കൊളായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫീക്കൽ കണ്ടാമിനേഷൻ ഇൻഡിക്കേറ്റർ ആണ്. സ്റ്റഫൈലോകോക്കസ് ഓറിയസിൻ്റെയും മെയിൻ റോ ആസ് വെൽ എസ് ഫ്രഷ് ഫ്രോസൺ ആ ഒരു ടൈപ്പ് ഓഫ് ഫിഷസിലാണ്, മീൻസ് അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഫുഡിലാണ് നമുക്ക് ഫിഷ് ആസ് എ ഫുഡിലാണ് നമുക്ക് അതൊരു കൺസേൺ ആയിട്ട് വരുന്നത്. നമുക്ക് പ്രിസർവേഷൻ മെത്തേഡിൽ ക്യാനിങ് പ്രിസർവേഷൻ മെത്തേഡിൽ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് മെയിൻ സ്പോയിലേജ് ഓർഗാനിസം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ they have the ability to form spores. Okay, they have spores which are very much resistant and they will thrive this canning process. Okay, canning temperature thrive ചെയ്യുന്നു. അനാറോബിക് ആണ്. നമ്മൾ ഈ കാനിങ്ങിന് നമ്മൾ സീൽ ചെയ്ത് എയർ മാക്സിമം വാക്വമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും ക്ലോസ്ട്രീഡിയം ബോട്ടിലും അനേറോബിക് ആയതുകൊണ്ട് അവിടുത്തെ സ്പോയിലേജ് ഓർഗാനിസമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് കൺസേൺ. ഓക്കെ, ദാറ്റ് ഇസ് the bacterium for spoilage of canning of fishery products. Our next question is, which of the following carps prefers to feed on detritus? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫീഡിംഗ് നിഷ അല്ലെ, ഫീഡിംഗ് ഹാബിറ്ററ്റ് അനുസരിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ കാർപ്സുകളാണ് അല്ലെ, കാർപ്സിൽ ഏതാണ് ഡെട്രിറ്റസ് ഫീഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡെട്രിറ്റസ് എന്ന് വെച്ചാൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. ഡെഡ് ഓർഗാനിക് മാറ്റർ ഫീഡ് ഓൺ ചെയ്യുന്നത് ഏത് കാർപ്പാണ്? ആൻഡ് വി ഹാവ് ഗിവൺ സം ഓപ്ഷൻ ആസ് ടീനോഫാരിഞ്ചുഡോൺ ഇഡെല്ല. ടീനോഫാരിഞ്ചോഡോൺ ഇഡെല്ല എന്ന് വെച്ചാൽ ഗ്രാസ് കാർപ്പാണ്. ഓപ്ഷൻ എ ഈസ് ഗ്രാസ് കാർപ്പ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി നോക്കിയാലോ, ലേബിയോ കട്ട്ല എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് കട്ട്ല കാർപ്പ്. കട്ട്ല അല്ലേ. Option C is Hypothalmictis mollitrix. Hypothalmictis mollitrix, that is silver carp. And our option D is Cerinus cirrus, that is mrigal carp. Okay, and according to the feeding nation നമുക്കറിയാം detritus feeder എന്ന് പറയുന്നത് ബോട്ടം ഫീഡർ എന്ന് പറയുന്നത് മൃഗാൾ അല്ലേ. ദാറ്റ് ഈസ് our answer for this question is option D, Cerinus cirrus. Okay, and ഇപ്പം അത് മൃഗാൾ കാർപ്പ്, ദാറ്റ് ഈസ് detritus feeder particularly, ആൻഡ് ബാക്കിയുള്ള ഓപ്ഷൻ ഇപ്പം ഗ്രാസ് കാർപ്പ്, ടീനോഫാരിഞ്ചുഡോൺ ഇഡെല്ല. അപ്പം അതിൻ്റെ ഫീഡിങ് എന്തായിരിക്കും? നമുക്ക് ആ നെയിം സജസ്റ്റ് ഗ്രാസ് കാർപ്പ് ഈസ് ഓൺ അക്വാറ്റിക് വെജിറ്റേഷൻ. ഓക്കെ, ഇനിയും ലേബിയോ കട്ട്ല എടുക്കുവാണെങ്കിൽ കട്ട്ല എന്ന് പറയുന്നത് ഒരു സർഫസ് ഫീഡറാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈറ്റ്സ് ഓൺ സൂപ്ലാങ്ക്ടൺസ്. ഹൈപ്പോതാൽമിക്തിക്സ് മൊളിട്രിക്സ് വിച്ച് ഈസ് ദ സിൽവർ കാർപ്പ്. സിൽവർ കാർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫൈറ്റോ പ്ലാങ്ക്ടോൺ ഫീഡറാണ്. ഓക്കെ, phytoplankton. Silver carp is phytoplankton feeder.
ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്നത് സൂപ്ലാങ്ക്ടോൺ ഫീഡർ ആണ്. സർഫസ് ഫീഡർ ആയതുകൊണ്ടാണ്. ഗ്രാസ് കാർപ്പ് അല്ല. ഓക്കെ, കട്ല. കട്ല എന്ന് പറയുന്നതാണ് സൂപ്ലാങ്ക്ടോൺ ഫീഡ്. ഗ്രാസ് കാർപ്പ് അക്വാറ്റിക് വെജിറ്റേഷൻ ആണ് ഫീഡ്. ഓക്കെ, അതാണ് ആ ഫീഡിങ് നിഷ അനുസരിച്ചിട്ടുള്ള ആ ഒരു അവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഫീഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ detritus feeder is brigald carp. That's about the question. Our 19th question is, which among the following fishes shows these changes during breeding season? Which among the following fishes shows the changes during this breeding season ആണ് ചോദിച്ചിരിക്കുന്നത്. And they have given some changes. Males with tubercles on head, operculum and pectoral fins. Next, second is bulged belly in female. Third one is round and protruded genital opening in females. ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ബ്രീഡിംഗ് സീസണിൽ കാണിക്കുന്നത് ഏത് സ്പീഷീസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. And we have given some species name. Pterophyllum scalare, option A. Option B is Etroplus maculatus. Option C is Beta splentens. And option D is Cariaceous auratus. അപ്പം നമ്മൾ ആൻസർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം വരുന്ന സ്പീഷീസ് വേണം. നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. വി ഹാവ് ടു നോ ദ കോമൺ നെയിം. Pterophyllum scalare എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷാണ്. Okay. Our option B is Etroplus maculatus, right? That is orange chromite fish. Our option C is Beta splentens, which is fighter fish. Like fighter fish, Siamese fighter fish. And option D is Cariaceous auratus, which is goldfish. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഇതിൽ ഏത് ഫിഷിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതൊക്കെയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഗോൾഡ് ഫിഷ്. Cariaceous auratus ആണ് നമുക്ക് ആൻസർ വരുന്നത്. കാരണം Cariaceous auratus ഗോൾഡ് ഫിഷിൻ്റെ മെയിൽസിലാണ് ബ്രീഡിങ് ടൈമിൽ വൈറ്റ് ട്യൂബർക്കിൾസ് ഹെഡിലും ഓപ്പർക്യുലത്തിലും പെക്ടറൽ ഫിൻസിലും ഒക്കെ ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഫീമെയിൽസിൻ്റെ കേസിലാണെങ്കിൽ റൗണ്ട് ആൻഡ് ബൾജ്ഡ് ബെല്ലി ഉണ്ടാവുക. ആൻഡ് ഓൾസോ ഓപ്പണിങ്, ദാറ്റ് ഇസ് ദ ജെനൈറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഫീമെയിൽസിൻ്റെ കേസിൽ റൗണ്ടായിട്ട് പ്രൊട്രൂഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ മാച്ച് ആവുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, Cariaceous auratus ആണ്. ഓക്കെ, ബാക്കിയുള്ള സ്പീഷീസിലൊക്കെ എന്താണ് ഇപ്പം പെയറിംഗ് ബിഹേവിയർ ആയിരിക്കും ഏഞ്ചൽ ഫിഷിൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രീഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ബീറ്റാ സ്പ്ലെങ്ടൻസ് എന്ന് പറയുന്നത് ബബിൾനെസ് ബിൽഡർ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് Etroplus maculatus എന്ന് പറയുന്നത് ഓറഞ്ച് ക്രോമൈഡ് ആണ്. അത് നമുക്ക് അത്ര കൺസിഡറേഷൻ ഇല്ല. ആൻഡ് വെൻ വി കൺസിഡർ ഫോർ ദ ബ്രീഡിംഗ് ചേഞ്ചസ്, ബ്രീഡിംഗ് സീസൺ ചേഞ്ചസ്, ഈ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് കറക്റ്റ് വരുന്നത് ഗോൾഡ് ഫിഷസിൻ്റെ കേസിലാണ്. ദാറ്റ് ഈസ് Cariaceous auratus is our specific answer. Our 20th question is, the method by which fish germplasm resources are conserved in their natural habitat. അതായത് ഫിഷ്
ജേർംപ്ലാസം അല്ലേ, അതായത് നമ്മൾ ഫിഷ് കൺസർവേഷൻ, ഫിഷ് റിസോഴ്സ് കൺസർവേഷൻ്റെമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. So they have asked about the method in which we conserve the fish germplasm resources in their natural habitat. എവിടെയാണ്? നാച്ചുറൽ ഹാബിറ്റാറ്റിലായിരിക്കും കൺസർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. And the option given includes option A is cryopreservation, option B is exotic introductions, option C is ex situ conservation, and option D is none of the above. So നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. Cryopreservation, നമുക്കറിയാം cryopreservation is a method of gene bank or germplasm resource conservation. But this specifically നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ this is not in their natural habitat. This method is not practiced in the natural habitat. Laboratory measures, laboratory കൺസർവേഷൻ വരുമ്പം അവിടെ ലിക്വിഡ് നൈട്രജനിൽ നമ്മൾ ജേർംപ്ലാസം കൺസർവ് ചെയ്യുന്നതാണ് ക്രയോ പ്രിസർവേഷൻ മെത്തേഡ് എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് എക്സോട്ടിക് ഇൻട്രൊഡക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് വിത്ത് ദ കൺസർവേഷൻ മെഷർ. എക്സോട്ടിക് ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫോറിൻ ഓർഗാനിസത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സോട്ടിക് ഇൻട്രൊഡക്ഷൻസ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ കൺസർവേഷൻ മെത്തേഡ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്ററ്റ് ഓഫ് ദിസ് ഫിഷസ്. നെക്സ്റ്റ് ഈസ് എക്സ് സിറ്റു കൺസർവേഷൻ. എക്സ് സിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ കൺസർവേഷൻ മെഷറാണ്, കൺസർവേഷൻ മെത്തഡോളജിയാണ്. ബട്ട് ജേർംപ്ലാസം നമ്മൾ കൺസർവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ക്രയോ പ്രിസർവേഷൻ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. എക്സ് സിറ്റു കൺസർവേഷൻ മെത്തഡാണ്. അതായത് നമ്മൾ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല കൺസർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വേറെ എവിടെയെങ്കിലും അനദർ ദാൻ നാച്ചുറൽ ഹാബിറ്ററ്റ് എവിടെയെങ്കിലും കൺസർവേഷൻ ചെയ്യുവാണ്, ജേർംപ്ലാസം കൺസർവേഷൻ ചെയ്യുവാണെങ്കിൽ വി കോൾ ദാറ്റ് എസ് എക്സ് സിറ്റു കൺസർവേഷൻ. അപ്പം പർട്ടിക്കുലർലി നമ്മൾ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ മെത്തേഡ് ബൈ വിച്ച് ജേർംപ്ലാസം റിസോഴ്സസ് കൺസർവ്ഡ് ഇൻ ദ നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് ഇൻ സിറ്റു കൺസർവേഷൻ ആണ്. ഇൻ സിറ്റു കൺസർവേഷൻ. പക്ഷെ നമുക്ക് ഓപ്ഷൻ അങ്ങനെയൊന്നുമില്ല. ആൻഡ് അവർ ഓപ്ഷൻ ഡി ഇസ് നൺ ഓഫ് ദ എബവ്. സോ ഇൻ സിറ്റു കൺസർവേഷൻ എന്നുള്ള ടേം വന്നിട്ടില്ല. സോ അവർ റൈറ്റ് ആൻസർ ഹിയർ ഇസ് ഓപ്ഷൻ ഡി വിച്ച് ഇസ് നൺ ഓഫ് ദ എബവ്. ഓക്കെ, അതാണ് നമ്മുടെ 20th ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ഇൻ സിറ്റു കൺസർവേഷൻ ആണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സോ വി ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻസ് റിലേറ്റഡ് വിത്ത് ദാറ്റ് ആൻഡ് വിൽ ഓപ്റ്റ് ഫോർ ദ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബവ്. 21st question is fish resources that cross the boundary of one coastal state's exclusive economic zone, okay, that is EEZ, into the exclusive economic zone or EEZ of one or more other coastal states are referred to as. അതായത് ഒരു കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ EEZ നിന്ന് മറ്റൊരു കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ EEZ-ലേക്ക് മീൻസ് ക്രോസ് ചെയ്യുന്ന അങ്ങനെയില്ല മൈഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ചെയ്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഷ് റിസോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. And they are given some options as option A is transboundary stocks, option B is straddling stocks, option C is abundant stocks, and option D is highly migratory fish stocks. Option A ആണ് നമുക്ക് ആൻസർ ചെയ്യുന്നത്, ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്സ്. സ്റ്റോക്സ് എന്ന് പറയുമ്പം ഫിഷ് പോപ്പുലേഷൻ ഷോയിങ് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പം ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്സ് ഈ പർട്ടിക്കുലർ സ്റ്റോക്സ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫിഷ് പോപ്പുലേഷൻ ഫിഷ് റിസോഴ്സസ് ആണ് ഒരു കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ EEZ നിന്ന് മറ്റൊരു കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ EEZ-ലേക്ക് പോകുന്നവ. ആൻഡ് വൺ ഈസ് സ്റ്റാർട്ടിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോഴത്തേനും അനദർ സ്റ്റോക്കാണ്, അനദർ ഫിഷ് പോപ്പുലേഷൻ ഫിഷ് റിസോഴ്സസ് ആണ്. ആൻഡ് ഇവരുടെ ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് EEZ അതുപോലെ തന്നെ ഹൈ സീസ് ഇതിനിടയ്ക്കാണ്. മൈഗ്രേഷൻ ബിറ്റ്വീൻ EEZ ആൻഡ് ഹൈ സീസ്. അപ്പം നമ്മുടെ ചോദ്യത്തിന് ഉത്തരവല്ല അല്ലേ. Another one is abundant stocks. They are almost not at all related with the fish population or fish resources. Another one is highly migratory fish stocks. Highly migratory fish stocks എന്ന് പറയുമ്പം ഒത്തിരി ദൂരം മൈഗ്രേഷൻ ചെയ്യുന്ന ഹൈലി മൈഗ്രേറ്റിംഗ് എബിലിറ്റി കാണിക്കുന്ന ഫിഷ് സ്റ്റോക്സ് എന്നാണ്. പർട്ടിക്കുലർ ആയിട്ട് നമ്മളത് ഈ ഒരു കോസ്റ്റൽ സ്റ്റേറ്റ്സുകളിലെ EEZ തമ്മിൽ മൈഗ്രേഷൻ നടത്തുന്ന സ്റ്റോക്സ് അല്ല. സോ ലൈക്ക് ടൂണാസ് ഒക്കെ പോലെയുള്ള ഹൈ മൈഗ്രേറ്ററി ഫിഷസിനെയാണ് അത്
മീൻ ചെയ്യുന്നത്. ആൻഡ് സോ ആ പർട്ടിക്കുലർ ആൻസർ ഫോർ ദിസ് സെക്ഷൻ ഇസ്, ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്സ്. ട്രാൻസ്ബൗണ്ടറി സ്റ്റോക്സ് ആണ് ഒരു പർട്ടിക്കുലർ കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ ഈസഡിൽ നിന്ന് മറ്റൊരു കോസ്റ്റൽ സ്റ്റേറ്റിൻ്റെ ഈസഡിലേക്ക് മൈഗ്രേഷൻ നടത്തുന്ന ഫിഷ് പോപ്പുലേഷൻ, ഫിഷ് സ്റ്റോക്സ് എന്ന് പറയും. ഓക്കെ. And our final question, 22th question is PCB stands for, somewhat related to the this in the pollution and aquatic pollution and all other PCB. They have given option as option A, polycarbonated biphenyls, option B, polychlorinated butanes, option C, polychlorinated biphenyls, and option D, polycarbonated butanes. അപ്പം കറക്റ്റ് അതിന് ഈ ഒരു PCB എന്നുള്ള ലെറ്റേഴ്സിൻ്റെ കറക്റ്റ് ഫുൾ ഫോം വരുന്നത് ഓപ്ഷൻ സി ആണ്, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്. അപ്പം പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് ആർ അക്വാറ്റിക് പൊല്യൂട്ടൻസ് ഓർ പൊല്യൂട്ടിങ് ഏജൻസ് ആണ്. അപ്പം ബാക്കി നമ്മുടെ ഓപ്ഷനുകളൊന്നും ഈ ടേം മീൻ ചെയ്യുന്നവയല്ല. പോളികാർബണേറ്റഡ് ബൈഫിനൈൽസ് ഒന്നും ഒരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Polychlorinated butanes also, that's not a compound, that's not a compound of concern. And polycarbonated butanes എന്ന് പറയുന്നതും നമുക്ക് അങ്ങനെ ഒരു കോമ്പൗണ്ട് ഇല്ല. പക്ഷേ polychlorinated biphenyls are important compounds where they have a role in the aquatic pollution as well as എന്താ പറയുക ബയോഅക്യുമുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അതിൻ്റെ റോള് വരുന്നത് PCBs. അപ്പം റൈറ്റ് ആൻസർ ഫോർ ദ ദിസ് PCB ഷോർട്ട് ഫോം ഈസ് പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്. ഓക്കെ, അതാണ് അതിൻ്റെ കറക്റ്റ് ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ 22th question. Hope all have understood this question, previous question discussion. So thank you for listening. Thank you.